എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉസ്താദേ, പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ഞാനൊരു ഖത്തമോദുമെന്ന് തീരുമാനിച്ചവര്, ഏറ്റവും കുറഞ്ഞത് ഒരു ഖത്തമോദാമെന്ന് നിയ്യത്ത് ചെയ്തവര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ അറിയുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, പെൺകുട്ടികളുണ്ട്. പക്ഷേ കൈവക്കാനുള്ള മനസ്സ് നിനക്കില്ലല്ലോ. പക്ഷേ പ്രായമുള്ള ഉമ്മമാര് കൈവക്കി. എന്റെ ഉപ്പമാര്, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എടാ ചെറുപ്പക്കാരാ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താടാ? ഈ സദസ്സിലിരിക്കുന്ന ഓരോ ആണിനും പെണ്ണിനും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്തെന്ന് ചോദിച്ചാ, നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിലാഷമേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു അഭിലാഷമേ ഉള്ളൂ. അത് സ്വർഗത്തിൽ പോകണമെന്നല്ല, ഹജ്ജിന് പോകണമെന്നല്ല, ഉംറയ്ക്ക് പോകണമെന്നല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം എന്തെന്നറിയുമോ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസ്റായിൽ എന്ന് പറയുന്ന മലക്കിനെ കാണുമ്പോ, ആകാശ ലോകത്ത് നിന്ന് മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന സമയമുണ്ടല്ലോ. കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ, അവസാനം ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് മലക്കുകൾ മുഴുവനും റൂഹ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാ. അവസാനം അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് ഈ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുമ്പോ, അവസാനമായിട്ട് അല്ലാഹു തന്ന നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു മരിക്കാനാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം. നല്ല മരണമാ, ഈമാനുള്ള മരണമാണ്, ഈമാനുള്ള മരണമാണ്. അങ്ങനെ ഒരു മരണം കൊതിക്കാത്തവരില്ല. ഈ ദുനിയാവിലെ എല്ലാവരും ആഗ്രഹിക്കുന്നതൊരു നല്ല മരണമാണ്. എങ്കിലെന്റെ കൈപൊക്കിയ ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുമടാ. ഈ പരിശുദ്ധമായ റമളാനിൽ ഒരു ഖത്തമോദി തീർക്കും ഉസ്താദ്. 30-40 കൊല്ലമായല്ലോ. ഇന്ന് വരെ ഒരിക്കൽ പോലും എന്റെ ജീവിതത്തിന് ഞാൻ ഓതി തീർത്തിട്ടില്ല. ഈ 114 സൂറത്തുകൾ എനിക്ക് ഒരിക്കലെങ്കിലും ഓതണം ഉസ്താദ്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിങ്ങൾക്ക് നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെങ്ങളെ, നല്ല മരണമാണ്, നല്ല മരണമാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മരിച്ചു കിടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? പടച്ചവനെ, വെള്ള തുണികൾ അടിയിൽ ചിരിച്ചുകൊണ്ട് കിടക്കുന്ന എത്രയോ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതാ വീടിന്റെ അകത്ത് 3 കഷ്ടം തുണിയിൽ പുതച്ച് കിടത്തുമ്പോ, അതാ പടച്ചവനെ അവന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി ഉയർത്തുമ്പോ, ആ മനുഷ്യന്റെ മുഖത്തെ പ്രകാശം കണ്ടു, ആ പെണ്ണിന്റെ മുഖത്തെ പ്രകാശം കണ്ട്, എന്തൊരു ഗ്ലാമറാ അല്ലാ, എന്തൊരു സൗന്ദര്യമാല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ഭർത്താവിന് നിന്റെ സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ കൂടെ പോലും നീ കൊണ്ട് നടക്കില്ലല്ലോ. എപ്പോഴും നിന്റെ ഭർത്താവിനെ പരിഹസിക്കുമായിരുന്നല്ലോ, നിന്റെ ഭർത്താവിനെ കളിയാക്കുമായിരുന്നല്ലോ. നീ എനിക്കൊരിക്കലും ചേർന്നവളായിരുന്നില്ല എന്ന് ഭർത്താവിനോട് പറയുന്ന പെണ്ണ്. പക്ഷേ മരിച്ചു കിടന്നപ്പോ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു കിടന്നപ്പോ, ആ മുഖത്ത് നോക്കിയിട്ട് നീ തന്നെ പറഞ്ഞില്ലേ, എന്തൊരു ഗ്ലാമറല്ല. എന്റെ ഇക്കാടെ മുഖത്ത് എന്തൊരു പ്രകാശമായിരുന്നു, എന്റെ ഇക്കയുടെ മുഖം ഇങ്ങനെ ചുമന്ന് തുടുത്ത് കിടന്നല്ലോ, എന്തൊരു മഞ്ഞ നിറമായിരുന്നു. അല്ലാ, എന്റെ ഭർത്താവിന്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു എന്ന് പറയുന്നത്. നീ എത്രയോ മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ച് പറയുന്നവരുണ്ടല്ലോ. പെങ്ങളെ,
നിന്റെ ഉമ്മ മരിച്ചു കിടന്നപ്പോ ചിരിച്ചത് വെറുതെയല്ല, നിന്റെ വാപ്പ ചിരിച്ചത് വെറുതെയല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ കൈപൊക്കിയവർക്ക് പടച്ചറബ് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം അവരും മരിക്കുന്ന സമയത്ത് അവരുടെ മുഖത്ത് പ്രകാശമാ, അവരുടെ ചുണ്ടില് പുഞ്ചിരിയാണ്, അവരുടെ മുഖത്ത് പ്രകാശം, അവരുടെ ചുണ്ടിൽ പുഞ്ചിരി കാണുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പ്രതിഫലമാണ്. മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ പള്ളിയുടെ മൂലയിലിരിക്കുന്ന മയ്യത്ത് കട്ടില് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ. ഈ പള്ളിയുടെ ഏതോ സൈഡിൽ പൊടിയടിച്ചിരിക്കുന്ന മയ്യത്ത് കട്ടില് നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരുമല്ലോ. ഏതോ പണക്കാരന്റെയും വീട്ടിൽ കയറുമല്ലോ. ഏത് വാഹനം കയറാത്ത വീട്ടിലും കയറുന്ന വാഹനം മയ്യത്ത് കട്ടിലാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, 3 കഷ്ടം വെള്ളത്തുണിക്കകത്ത് പൊതിഞ്ഞു വെച്ചു ആ മയ്യത്ത് കട്ടിലിൽ എടുത്ത് കിടത്തിയിട്ട് അതാ 6 പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മയ്യത്ത് ഈ പള്ളിയിലേക്ക് ചുമന്നുകൊണ്ടുവരുമല്ലോ. മഴ പൊടിയുന്നുണ്ടാ? പൊടിയുന്നുണ്ടാ? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് പറ, അൽഹംദുലില്ലാഹ്. അതാ ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം മഴ പെയ്താലും ഇന്നത്തെ ദുആ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. റഹ്മത്ത്, അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങുന്ന പെങ്ങളെ ഇപ്പൊ സമാധാനമായി, അൽഹംദുലില്ലാഹ്. നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ട് എനിക്ക് മെലഞ്ഞാന്ന് കല്ലൂരാവിയിലായിരുന്നു പരിപാടി, ഇന്നലെ തിരുവനന്തപുരത്ത്, ഇന്നിവിടെ. ഇത്രയും ദൂരം ഇങ്ങനെ തെക്കുവടക്ക് ഓടിയതിന് എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരാ, ഇന്നിവിടെ ഇരുന്നിട്ട് ഉസ്താദ് ഈ റമളാനിൽ ഒരു ഖത്തം ഓതാമെന്ന് തീരുമാനിച്ച നീ മരിച്ചെന്ന് കരുതുക. നിങ്ങളൊക്കെ മരിച്ചെന്ന് കരുതുക, മരിച്ചെന്ന് കരുതുക. നാളെ ഈ പള്ളിയിലേക്ക് നിങ്ങളുടെ മയ്യത്ത് ചുമന്നുകൊണ്ടുവരുമ്പോ ആര് ചുമക്കും മയ്യത്ത്? ആരാ നിങ്ങളുടെ മയ്യത്ത് ചുമക്കുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത ഉമ്മ കള്ളുകുടിയനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, നമസ്കരിക്കാത്തവനല്ല, അല്ലാഹുവിന്റെ പള്ളിയിൽ കയറാത്തവനല്ല, പരിശുദ്ധമായ ഖുർആനൊന്ന് കൈകൊണ്ടുപോലും തൊടാത്തവനല്ല. ആര് ചുമക്കുമെന്നറിയുമോ? ആര് ചുമക്കുമെന്നറിയുമോ? നിങ്ങൾ സാധാരണ വ്യക്തികളല്ല, നിങ്ങളെ സാധാരണ വ്യക്തികളല്ല പെങ്ങളെ. നിന്റെ മയ്യത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ ചുമക്കുന്നത് നിന്റെ മക്കളല്ല, നിന്റെ ഭർത്താവല്ല, നിന്റെ കൂടപ്പിറപ്പല്ല, നിന്റെ കുടുംബക്കാരല്ല. അല്ലാഹുവിന്റെ മലക്കുകൾ ചുമക്കും പെണ്ണേ. ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത, പാപം പറയാത്ത, പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ. നിന്റെ മയ്യത്ത് ചുമക്കും വാപ്പാ. കാരണം എന്തെന്നറിയോ? നീ ഖുർആൻ ഓതിയവനാ, നീ ഖുർആൻ ഓതിയവനാ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയുടെ ചരിത്രം വായിക്കേ, ആ സ്വഹാബിയുടെ ചരിത്രം വായിക്കേ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നുപോയ വാപ്പ 40, 50, 60, 70 വയസ്സില്ലായിരുന്നു. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് 36 വയസ്സേ ഉള്ളൂ, 36 വയസ്സേ ഉള്ളൂ. 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത്, 36ാമത്തെ വയസ്സിലാണ് ഷഹീദായത്. പടച്ചവനെ, 6 കൊല്ലമാ ഉമ്മ മുസ്ലിമായി ജീവിച്ചത്. വാപ്പാ നിന്നെ പോലെ 50 കൊല്ലമൊന്നും ജീവിച്ചില്ല, 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച അതാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നും മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങി വാപ്പാ. ഈ
ചെറുപ്പക്കാരൻ മരിച്ചപ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ എന്റെയും നിങ്ങളുടെയും പടച്ചറപ്പിന്റെ സിംഹാസനമുണ്ടല്ലോ. സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്, മലക്കുകൾ കരയുകയാണ്, ഈ പ്രപഞ്ചത്തിലെ പല വസ്തുക്കളും കരയുകയാണ്. നിങ്ങൾ ചരിത്രമെടുത്ത് നോക്ക്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാ, വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. എല്ലാവരും കരഞ്ഞപ്പോ സഅദ് തങ്ങൾ ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഖുർആൻ ഓതുന്നത് വെറുതെയല്ല, ഖുർആൻ ഓതുന്നത് വെറുതെയല്ല. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എവിടെന്ന് ചുമന്നുകൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂല് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. പ്രവാചകൻ അവിടെന്ന് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. അല്ലാഹുവേ, സ്വഹാബികൾ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നത് കണ്ടപ്പോ സ്വഹാബികൾ ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, എന്ത് പറ്റി നബിയേ? തള്ളവിരൽ കുത്തിയിട്ട് നടക്കുന്നല്ലോ നബിയേ, എന്താണ് സംഭവമെന്ന് ലോകത്തിന്റെ നേതാവിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, നടക്കാ സ്ഥലമില്ല സഹാബാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാ, 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയാ. അത് കാരണം സ്ഥലമില്ല സഹാബ, അത് കാരണം സ്ഥലമില്ല സഹാബ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിനക്കല്ല തരുന്ന പ്രതിഫലമാ, നിനക്കല്ല തരുന്ന പ്രതിഫലമാ. പടച്ചവനെ, അല്ലാഹു തരുന്ന അടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? ഈ പള്ളിപ്പറമ്പിൽ കബർ കുഴിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ, ഈ നാട്ടിൽ കബർ കുഴിക്കുന്ന മനുഷ്യനെ നിനക്കറിയുമെങ്കിൽ, ആ മനുഷ്യനോട് ചോദിക്കൂ, ആരെയെങ്കിലും കബറടക്കുന്നതിന് വേണ്ടി കബർ കുഴിച്ചപ്പോ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്ത നീയുണ്ടല്ലോ, നിന്നെ കബറടക്കുന്നതിന് വേണ്ടി കബർ കുഴിക്കുമ്പോ മണ്ണിന് പോലും സുഗന്ധമാ. എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയെ കബറടക്കുന്നതിന് വേണ്ടി അവിടുന്ന് കബർ കുഴിക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ, മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. പടച്ചവനെ, കബർ കുഴിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, കബറിന്റെ പണിയങ്ങ് പൂർത്തിയായി കഴിയുമ്പോ ഒരു പിടി മണ്ണ് വാരിയിട്ട് മടിയിൽ വെക്കുകയാണ്, ആരും കാണാതെ. കബറിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെക്കുകയാ. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാണ്, മണ്ണിന് വല്ലാത്ത സുഗന്ധമാണ്. പടച്ചവനെ, കബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, സഅദേ, നീ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, നിന്റെ മയ്യത്ത് കബറടക്കാ 70,000 മലക്കുകൾ കടന്നു വന്നല്ലോ, മണ്ണിന് പോലും സുഗന്ധമായിരുന്നല്ലോ. എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാണ് ഈ പ്രതിഫലം കിട്ടിയത്? ആ സമയത്ത് അവിടുന്ന് സഅദ് തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാ, ഞാൻ ഓതിയ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും പ്രതിഫലമാ. അവിടുന്ന് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നാളെ മുതൽ ഫർള് നോമ്പാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസമാ. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു. നാളെ മുതൽ സീരിയൽ വേണ്ട, നാളെ മുതൽ സിനിമ വേണ്ട, നാളെ മുതൽ ആഘോഷം വേണ്ട. ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് കരയുന്ന ഉമ്മ,
പ്രായമായില്ലേ ഉമ്മ, മുടി നരച്ചില്ലേ ഉമ്മ, ഒരുപാട് രോഗമായില്ലേ ഉമ്മ, മരണം എപ്പോഴെവിടെ വെച്ച് വേണമെങ്കിലും കടന്നു വരുമല്ലോ. സീരിയലിന്റെ നായികയെ കണ്ട് പഠിക്കുന്ന യുവത്വമേ, ഇന്നത്തെ യുവതലമുറയോട് എന്റെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് ഞാനൊരു പെണ്ണിനെ പറഞ്ഞു തരാ. നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചിയുള്ള നിന്നെക്കാലം കാണാൻ അഴകുള്ള മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന ഒരു പെണ്ണുണ്ട്. മഹ്ദി നഫീസത്തുൽ മിസ്രിയ. ഒരിക്കലെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? നഫീസത്തുൽ മിസ്രിയയുടെ ചരിത്രമറിയുമോ? നഫീസത്തുമാല വായിച്ചു നോക്കൂ പെങ്ങള്. നിന്നെ പോലെ ഒരു പെണ്ണായിരുന്നില്ലേ. മിസ്റിലെ പെണ്ണിന്റെ ഗ്ലാമർ വേറെ ആർക്കാ ഉള്ളത്? മിസ്റിന്റെ രാജകുമാരിയല്ലേ. ഇന്നും പോയി പെണ്ണെ മിസ്റിലേക്ക് പോയി നോക്ക്, ഈജിപ്തിലേക്ക് പോയി നോക്ക്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ മുകളില് മനോഹരമായ പൂക്കളാ, വില കൂടിയ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു ഖബറുകാടാ. ആ നഫീസത്തുൽ മിസ്രി ആരെന്നറിയുമോ? അല്ലാഹുവേ, പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഒരു വഅദിന്റെ സദസ്സിലിരുന്നിട്ട് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാ. പ്രസംഗിക്കുന്ന മഹാൻ അവിടുന്ന് ഖുർആനിലെ ഒരു സൂറത്ത് ഓതുകയാണ്. അൽഹാകുമുത്തകാസുറു ഹത്താ സുറത്തുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. ഈ ഖുർആൻ ഓതിയിട്ട് അർത്ഥമെന്ന് പറയുമ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ പിടഞ്ഞ് താഴെ വീഴുകയാണ്. അവിടുത്തെ ബോധമെന്ന് നഷ്ടപ്പെടുകയാണ്. ഒരൊറ്റ സൂറത്ത് കേട്ടപ്പോ ഖബറിനെ കുറിച്ച്, ഖബറിന്റെ അദാബുകളെ കുറിച്ച്, ഖബറിന്റെ വിചാരണയെ കുറിച്ച്, ആ പള്ളിപ്പറമ്പിലെ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ നഫീസത്തുൽ മിസ്രിയുടെ ബോധമെന്ന് നഷ്ടപ്പെടുകയാണ്. അവസാനം അവിടെ നിന്ന് ബോധം വന്നപ്പോ കരഞ്ഞുകൊണ്ടോടുകയാ. തന്റെ വീടിന്റെ അകത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് ചെയ്തതെന്തെന്നറിയുമോ? അതാ മണ്ണ് കുടിക്കുന്ന ഒരു ആയുധം എടുത്തുകൊണ്ട് വരികയാണ്. അന്ന് വരെ നമസ്കരിച്ചു കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് മുസല്ലയെടുത്ത് മാറ്റുകയാ. എന്നിട്ട് ആരും കാണാതെ വീടിന്റെ അകത്തൊരു ഖബറ് കുഴിക്കുകയാ. കഴിയുമോ പെങ്ങളെ? ഖബറ് കുടിക്കാനുള്ള ധൈര്യമുണ്ടോ? ഖബറ് കാണാനുള്ള ധൈര്യമുണ്ടോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ആരും കാണാതെ വീടിന്റെ അകത്തൊരു ഖബറ് കുഴിക്കുകയാണ്. പടച്ചവനെ, പകലല്ല രാത്രിയിലാ കുഴിക്കുന്നത്. പകല് മുഴുവനും നോമ്പാ, രാത്രിയിൽ ഖബറ് കുഴിക്കുകയാ. അങ്ങനെ ദിവസങ്ങളോളം നീണ്ടുകയാണ്. അവസാനം ഖബറ് കുടിച്ചു കഴിഞ്ഞപ്പോ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഓടിച്ചെന്ന് ഉളുവെടുക്കുകയാണ്. അവിടെ നിന്ന് ഉളുവെടുത്തിട്ട് മുസല്ലയും ഖുർആനും എടുത്തുകൊണ്ട് ഖബറിന്റെ അകത്തിറങ്ങുകയാ. അല്ലാഹുവേ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിന്റെ അകത്ത് മുസല്ല വിരിച്ചിട്ട് 10,000 റക്അത്ത് നിസ്കരിച്ചു. 10,000 റക്അത്ത് ഖബറിന്റെ അകത്തിരുന്നിട്ട് നഫീസത്തുൽ മിസ്രിയ നിസ്കരിക്കുകയാ. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. ഖബറിന്റെ അകത്തിരുന്ന് ഖത്തമോതുകയാണ്. ഖബറിന്റെ അകത്തിരുന്ന് ഖത്തമോതുകയാണ്. എത്ര എണ്ണമാ ഓതിയതെന്നറിയുവോ? 6,000 ഖത്തമാ. 60 വയസ്സുള്ള, 50 വയസ്സുള്ള, 40 വയസ്സുള്ള ഉമ്മ ജീവിതത്തിൽ ഒരെണ്ണം ഓതിയിട്ടുണ്ടോ ഉമ്മ? വാപ്പാ, ഒരെണ്ണം ഓതിയിട്ടുണ്ടോ വാപ്പാ? നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ ഖബറിന്റെ അകത്തിരുന്ന് 6,000 ഖത്തം ഓതുകയാണ്. പടച്ചവനെ, എന്നും നോമ്പാണ്, രാത്രി മുഴുവനും ഉറക്കമില്ല, ഇബാദത്താണ്. പടച്ചവനെ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു
തആല ഉറക്കമുടിഞ്ഞിട്ട് കണ്ണ് മുഴുവനും കറുക്കുകയാണ്, കണ്ണിന്റെ താഴ്ഭാഗം മുഴുവനും കറുക്കുകയാണ്, എല്ലും തോലുമാവുകയാണ്. പടച്ചവരെ രോഗം പിടിച്ച് കിടക്കുകയാണ്. ആ സമയത്ത് നഫീസത്തിന് മിസ്രിയ കുടുംബക്കാർ വന്ന് അവിടെ നിന്ന് ചോദിക്കുന്നു, നഫീസ എന്തിനാ എല്ലാ ദിവസവും നോമ്പ് പിടിക്കുന്നത്? നിനക്കൊന്ന് ഇടവിട്ട് നോമ്പ് പിടിച്ചുകൂടെ? നിനക്കൊന്ന് ഉറങ്ങിക്കൂടെ? എന്തിനാ ഇങ്ങനെ ഉറക്കമൊടിയുന്നത്? നീ കറുത്തുപോയി നഫീസ, കണ്ണു കുടിഞ്ഞു പോയി നഫീസ, ഇങ്ങനെ നീ കിടന്നാ മരിച്ചു പോകും നഫീസ. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയോട് തന്റെ കുടുംബക്കാര് ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സ്വന്തം കൈകൊണ്ട് കബർ കുടിച്ച് കബറിന്റെ അകത്തിറങ്ങിയിരുന്ന നിസ്കരിച്ച് ഖുർആൻ ഓതിയിട്ട് 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തതെന്തെന്നറിയോ? അല്ലാഹ് മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാഹ്. ഡോക്ടറാകണമെന്നില്ല, എഞ്ചിനീയർ ആകണമെന്നില്ല, ടീച്ചർ ആകണമെന്നല്ല, IPS കാരിയാകണമെന്നല്ല. 30 കൊല്ലം നിന്നെ പോലെ ഒരു പെണ്ണ് ഖുർആൻ ഓതിയിട്ട് ഖബറിന്റെ അകത്ത് ഇറങ്ങിയിരുന്ന് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് ചോദിച്ചത് രണ്ട് കാര്യമാ. അല്ലാഹുവേ, മരിക്കുമ്പോ നോമ്പുകാരിയാക്കി മരിപ്പിക്കണേ അല്ലാഹ്. രണ്ടാമത്തെ മോഹം എന്തെന്നറിയുമോ? ഖുർആനോദി മരിപ്പിക്കണം തമ്പുരാര്, എനിക്ക് ഖുർആനോദിയിട്ട് മരിക്കണം തമ്പുരാര്. വന്നവർ മുഴുവനും നിറകണ്ണുകളോടെ തിരിച്ചു പോവുകയാ. പെങ്ങളെ, അവസാനം നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയുടെ മരണമടുത്തു വരുമ്പോ മഹ്ദി പോയിട്ട് കുളിക്കുകയാണ്. അവിടെ നിന്ന് നല്ലതുപോലെ കുളിച്ചു. എന്നിട്ട് കഫൻ തുണിയും എടുത്തുകൊണ്ടുവന്ന് ഖബറിന്റെ ചാരത്ത്, സ്വന്തം കൈകൊണ്ട് കുടിച്ച ഖബറിന്റെ ചാരത്ത് കഫൻ തുണിയും വിരിച്ചിട്ട് കിടക്കുകയാ. അതാ വരുന്നു മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. കടന്നു വന്നു, നഫീസ അല്ലാഹു നിന്നോട് സലാം പറഞ്ഞിരിക്കുന്നു നഫീസ. മലക്കുകൾ അവിടെ നിന്ന് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാ. നിങ്ങളെ ആഗ്രഹിച്ചതുപോലെ മരിക്കുന്ന ദിവസം നോമ്പുകാരിയാണ്, മരിക്കുന്ന ദിവസം നോമ്പുകാരിയാ. 30 കൊല്ലം അല്ലാഹുവോട് ചോദിച്ചിട്ട് വാങ്ങിയതാ. അല്ലാഹുവേ, മലക്കുകളെ റൂഹ് പിടിക്കുകയാണ്, മലക്കുകളെ റൂഹ് പിടിക്കുകയാണ്. ആ സമയത്ത് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതുകയാ. സ്വർഗ്ഗത്തിന്റെ ആയത്ത് ഓതുകയാ. 30 കൊല്ലം അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് നേടിയെടുത്തതാ. അവിടുന്ന് പടച്ചവനെ ഖുർആൻ ഓതുകയാണ്, അവിടുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മരണവേദന സഹിക്കാൻ കഴിയാതെ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹു പിടയുമ്പോ മലക്കുകൾ ചോദിക്കുകയാ, എന്തിനാ നഫീസ കരയുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനാ വിഷമിക്കുന്നത്? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. മലക്കുകൾ അവിടുന്ന് സമാധാനിപ്പിക്കുകയാ, അവരവിടുന്ന് സ്വാന്തനപ്പെടുത്തുകയാ, അവിടുന്ന് സന്തോഷിപ്പിക്കുകയാ. വഅബ്ശിറൂ ബിൽ ജന്നാ, സ്വർഗ്ഗം അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാണ്.
സ്വർഗം അവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാ. അതുകൊണ്ടാണ് മഹദി മരണപ്പെട്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാന്റെ ഖുർആനിനെ നിങ്ങൾ സ്നേഹിക്കണേ. ഈ റമദാനിൽ ഒരു ഖത്തമോദണ്, ഈ റമദാനിൽ ഒരു ഖത്തമോദണ്. കരുണക്കടലായ അല്ലാഹ് ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് ഖുർആൻ ഓതാൻ തീരുമാനിച്ചോ അവർക്ക് നല്ല മരണം കൊടുക്കണേ അല്ലാഹ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാഹ്. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. 40 പേര് നല്ലത് പറയുന്ന മരണം കൊടുക്കണേ അല്ലാഹ്. ആ ഖുർആൻ നാളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്.